നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ പല വമ്പൻ സ്രാവുകളും വലയിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പേടി ഉള്ളത് കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ട് 4 വർഷം കഴിഞ്ഞ് അത് പുറത്തു വരാതിരുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ ഒരു ക്രിമിനൽ സംഘത്തിന്റെ നേർക്ക് കൂടിയാണ് റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് എന്നത് വ്യക്തമാണ്. റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടിയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് കേരള സമൂഹം ഒന്നാകെ ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ ടൈറ്റിൽ റോൾ ചെയ്ത സിനിമയുടെ സംവിധായകനിൽ നിന്നും തനിക്കുണ്ടായ അതിക്രമം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഒരു പ്രമുഖ നടി. സിനിമയിലെ ഇന്റിമേറ്റ് സീനിന്റെ വിശദാംശങ്ങൾ നൽകിയില്ലെന്നും സമ്മതത്തോടെ മാത്രമേ ഷൂട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ലിപ് ലോക്ക് രംഗവും നഗ്നരംഗവും ചെയ്യാൻ താൻ നിർബന്ധിതയായി എന്നാണ് നടി പറയുന്നത്. അടുത്ത ദിവസം ബാത്റൂം ഡബ് സീനും നഗ്ന രംഗവും ഷൂട്ട് ചെയ്യണമെന്ന് സംവിധായകൻ പറഞ്ഞതോടെ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും കൊച്ചിയിലേക്ക് നേരിട്ട് വരാതെ ഇന്റിമേറ്റ് രംഗങ്ങൾ ഡിലീറ്റ് ചെയ്യില്ല എന്നും അവസാനം പ്രൊഡ്യൂസറോട് പരാതിപ്പെടേണ്ടി വന്നുവെന്നും നടി റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗിക അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ട് എന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലരും നേരിട്ട അതിക്രമങ്ങൾ പുറത്ത് പറയാത്തതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കൂടാതെ മലയാള സിനിമയെ നയിക്കുന്നത് പ്രമുഖ നടന്റെ മാഫിയ ആണെന്നും അവർക്ക് സിനിമയിൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംവിധായകരെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയും താരങ്ങളെയും നിയന്ത്രിക്കുന്നുവെന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സിനിമയിൽ നിന്ന് വിലക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലയാള സിനിമയിലെ പുരുഷ മേധാവിത്വവും സ്ത്രീ വിരുദ്ധതയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 233 പേജുകൾ ഉള്ള റിപ്പോർട്ടിൽ വെളിപ്പെടുമ്പോൾ വലിയ പ്രാധാന്യത്തോടെയാണ് കേരള സമൂഹം ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ലൂസിഫർ സിനിമയുടെ സെറ്റിലെത്തി കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലയാള സിനിമയിൽ സ്ത്രീകൾ നിരന്തരം ലൈംഗിക അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ടെന്നും കരിയർ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയുടെ പുറത്താണ് പലതും നേരിട്ട അതിക്രമങ്ങൾ പുറത്ത് പറയാത്തതെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വരെ സിനിമയുടെ പേരിൽ അതിക്രമത്തിന് ഇരയാവുന്നുണ്ട് എന്നും ഹേമ കമ്മീഷൻ പറയുന്നു. 60ഓളം പേജുകൾ വിവരാവകാശ നിയമപ്രകാരം പുറത്ത് വിട്ടിട്ടില്ല. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. 165 മുതൽ 196 വരെയുള്ള പേജുകളിലെ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. മൊഴികൾ അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ മലയാള സിനിമയിലെ എല്ലാ പുരുഷന്മാരും ചൂഷകരല്ല എന്നും സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന വ്യക്തികളും സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് എന്നും ഹേമ കമ്മീഷനിൽ പറയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ സിനിമാ സെറ്റിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മൂത്രമൊഴിക്കാൻ ബാത്റൂം സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷൂട്ടുള്ള സമയത്ത് പലപ്പോഴും വെള്ളം കുടിക്കാതെ ഇരിക്കുന്നതിനാൽ മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാവുന്നുവെന്നും ഹേമ കമ്മീഷനോട് നടിമാർ പറഞ്ഞു. സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ മീ ടു പേഴ്സൺ എന്ന ടാഗ് നൽകി മാറ്റി നിർത്തപ്പെടുമെന്നും പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ഇഷ്ടമല്ലെങ്കിൽ പ്രോബ്ലം മേക്കർ മീ ടു പേഴ്സൺ ടാഗുകൾ ചാർത്തുന്നുവെന്നും ഹേമ കമ്മീഷൻ വെളിപ്പെടുത്തുന്നുണ്ട്. മാക്ട സംഘടന തകർന്നത് ഒരു പ്രമുഖ നടന്റെ ഇടപെടലിലാണെന്ന വെളിപ്പെടുത്തൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ഹേമ കമ്മീഷനോട് സംസാരിക്കരുതെന്ന് സിനിമയിലെ ഡാൻസർമാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ട്രിബ്യൂണൽ വേണമെന്ന് ആവശ്യമുണ്ട്. വിരമിച്ച വനിതാ ജഡ്ജിമാരെ ട്രിബ്യൂണൽ അധ്യക്ഷരാക്കണം. ട്രിബ്യൂണൽ വിധിക്ക് മേൽ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മാത്രമാണ്. ജസ്റ്റിസ് ഹേമയുടേതാണ് നിർദ്ദേശം. 2017 നടിക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിന്റെ പരിഹാരം കാണുന്നതിനും വേണ്ടി പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ്, രമ്യ നമ്പീശൻ, പത്മപ്രിയ, ബീന പോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വുമൺ ഇൻ ഇന്ത്യ കളക്റ്റീവ് രൂപീകരിക്കുന്നത്, അതായത് WCC. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ച് പഠിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന WCCയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ 2017 ജൂലൈ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും മുൻ ബ്യൂറോക്രാറ്റ് KB വത്സലകുമാരിയും നടി ശാരദയും അംഗങ്ങളായ 3 അംഗ കമ്മീഷനെ സർക്കാർ രൂപീകരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് ആദ്യമായാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. നേരിന്റെ വാർത്തകൾ അറിയാൻ സാഗ് ന്യൂസ് കാണും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.